ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ നേരത്തെ എഴുന്നേറ്റു. ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും എണീറ്റു. അപ്പോൾ ഇന്നലെ ഇച്ചിരി മടി കാരണം പാത്രങ്ങളൊന്നും ശരിക്കും കഴുകാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ ഇനി എന്ത് വെക്കാമെന്നൊരു പ്ലാനിങ്ങിലാണ് ഇരിക്കണത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ട്. ഇനിയിപ്പോൾ അതെടുത്ത് നമുക്ക് തോരൻ വെക്കാം. അങ്ങനെ അതൊക്കെ എടുത്തു. അതിന് മുന്നേ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. കുഞ്ഞുവാവ ഉള്ളതല്ലേ, അപ്പോൾ എപ്പോഴെങ്കിലും അവന് പാൽ ആവശ്യം വരുമ്പോൾ എടുക്കാമല്ലോ. അപ്പോൾ അടുപ്പത്ത് വെള്ളം വെക്കുന്നതിന് മുന്നേ ഞാനൊന്ന് തീമ തൊട്ടിങ്ങനെ പ്രാർത്ഥിക്കും. എന്ന് വെച്ചാൽ ആപത്തപകടമൊന്നും വരല്ലേ, ഗ്യാസാണല്ലോ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് അപ്പോൾ ഇനി നമ്മൾ ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ദോശമാവ്, ഒരാഴ്ചത്തേക്കുള്ള ദോശമാവ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കും. അതെന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്കൊരാഴ്ച ഉപയോഗിക്കും. പ്ലാസ്റ്റിക് കുപ്പിയിൽ ഒഴിച്ച് വെച്ചാൽ മതി, അപ്പോൾ പെട്ടെന്ന് പുളിക്കില്ല. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ളൊരു പരിപാടിയിലാണ്. നോക്കിയപ്പോൾ എല്ലാം എടുക്കാം. ഇനിയിപ്പോൾ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ 4 മണിക്ക് അതന്നെ എടുക്കാമല്ലോ. അപ്പോൾ നമ്മൾ ദോശമാവ് ഫുള്ളും എടുത്തു. ഇനി നമ്മളതിലിത്തിരി ഉപ്പിട്ടിട്ട് ആ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ കുറച്ച് നേരം വെക്കും. ഫ്രിഡ്ജിൽ വെച്ചേരുന്നതാണല്ലോ തക്കാളി ചട്നി തണുക്കാനായിട്ട്. അപ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കണം. നമ്മുടെ വെണ്ടയ്ക്ക തോരന് വേണ്ടിയിട്ടാണ് കേട്ടോ. വെണ്ടയ്ക്ക തോരനിലേക്ക് നമ്മൾ ഇത്തിരി സവോളയും കടുകും വറ്റൽമുളകും വേപ്പിലും പൊട്ടിച്ചിട്ട് ഉപ്പിട്ടിട്ട് ഞാൻ ആദ്യമേ വെണ്ടയ്ക്ക ഇങ്ങനെ കുഴച്ച് വെക്കും. അപ്പോൾ നമ്മുടെ തക്കാളി കറി റെഡിയായി. കുഴച്ച് വെച്ചതിന് ശേഷമാണ് നമ്മളിത് ചട്ടിയിലേക്ക് ഇടുള്ളൂ. എന്ന് വെച്ചാൽ എനിക്ക് ഉപ്പ് പിന്നിടുമ്പോൾ ചിലപ്പോൾ കൂടുമോയെന്നൊരു തോന്നൽ വരും. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഞാൻ മാവ് കോരി ഒഴിച്ച് ഇഡ്ഡലി ഉണ്ടാക്കിയായിരുന്നു. ഇഡ്ഡലിക്ക് ശരിയായി. ഇനി